ദൃശ്യസമ്പന്നമായ ഇനമാണ് ചവിട്ടുനാടകം. എന്നാൽ ഇത്തവണ അരങ്ങിന് പുറത്തായിരുന്നു കുറച്ചധികം ആവേശം. ചവിട്ടുനാടകവേദിയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് കാണാം. ആദി അന്താമുള്ളോനെ ആനന്ദ കടവുള്ളോനെ ആദി അന്താമുള്ളോനെ ആനന്ദ കടവുള്ളോനെ ആനന്ദ കടവുള്ളോനെ ആദി പരാപരനെ ആനന്ദ കടവുള്ളോനെ. വേദിക്ക് പുറത്ത് ചവിട്ടുനാടക വേഷത്തിലുമല്ലാതെയും പെൺകുട്ടികൾ തകർത്താടുകയാണ്. കാണാൻ കൗതുകമുള്ള കാഴ്ച. തട്ടിലെടുത്ത അതേ ആർജവത്തിൽ തന്നെ പുറത്തും അവതരണം. എന്നാൽ കൂട്ടത്തിലെ ഒരു സംഘം ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരിക്കാൻ എത്തിയവരല്ല. ഒരേ അധ്യാപകന്റെ കീഴിൽ ഒന്നിച്ച് ചവിട്ടുനാടകകല പഠിച്ച് ഒരേ സ്കൂളിൽ നിന്ന് വന്നവരാണ് രണ്ട് സംഘവും. എന്നാൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് ജില്ലാ തലത്തിൽ കാലിടറി. പലർക്കും ഇത് അവസാന സംസ്ഥാന സ്കൂൾ കലോത്സവം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒരുമിച്ച് ഞങ്ങൾ ജൂൺ മുതൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾക്ക് സ്റ്റേറ്റിൽ വരണം, ഒരുമിച്ച് ഞങ്ങളുടെ ബാക്സും ഞങ്ങൾ നന്നായി കളിക്കണം എന്നുള്ള ഒറ്റ മൈൻഡേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പറഞ്ഞാൽ ജസ്റ്റ് ഞങ്ങൾക്ക് ഒരു കലോത്സവത്തിൽ ഒരു ഐറ്റം മാത്രമല്ല, ഞങ്ങൾക്കൊരു ഇമോഷൻ തന്നെയാണ്. കാരണം ഞങ്ങളൊരു ഫാമിലി പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞങ്ങളുടെ സിസ്റ്റേഴ്സാണ് അവർ. ഞങ്ങളുടെ ഹൈസ്കൂൾ പിള്ളേർ പറയുമ്പോൾ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ആറ് മാസത്തോളം ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് അവസാനം ഹൈസ്കൂൾ ടീം മാത്രം സ്റ്റേജിലേക്ക് കയറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായത്. അരങ്ങ് തകർത്ത് ഹൈസ്കൂൾ സംഘം ഇറങ്ങിയപ്പോൾ പുറത്ത് വൈകാരിക നിമിഷങ്ങൾ. നന്നായി അവതരിപ്പിച്ചിട്ടും സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടാനാകാത്തതിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ പ്രതിഷേധവും. ഞങ്ങൾ ഓൾറെഡി തന്നെ അതിനെതിരെ കേസൊക്കെ ഞങ്ങൾ ഫയൽ ചെയ്തു. പക്ഷെ എന്നിട്ട് പോലും അതിനെതിരെ ഒരു നടപടി ഞങ്ങളെ ഫേവർ ചെയ്യുന്ന ഒരു നടപടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ചവിട്ടുനാടകം എന്നത് അവരുടെ രക്തത്തിൽ അലിഞ്ഞതാണ്. അതവർ വേദിക്ക് പുറത്തും പിന്തുടരുന്നു. ഹൈസ്കൂൾ വിഭാഗം തട്ടിൽ കയറിയപ്പോൾ വേദിയിൽ എത്തിയതെന്ന പോലുള്ള ആത്മസംതൃപ്തിയെന്നും വിദ്യാർത്ഥികൾ. കലയാണ് ലഹരി. ആ കല തേടിയെത്തുന്ന അനേകായിരം പേരെ കാണാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ. ക്യാമറമാൻ സന്തോഷ് ചേകരോടൊപ്പം മേഘ്ന മുരളി, 24.